വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിലെ KTDCയുടെ റെയിൻ ഡ്രോപ്സിലാണുള്ളത്. ഞാനിവിടെയാണ് താമസിക്കുന്നത്. ഇന്ന് ഇവിടെ താമസിക്കുന്ന വിശേഷങ്ങളും അതോടെ തന്നെ ഈ ഹോട്ടൽസിൻ്റെ പ്രത്യേകതകളും അതോടെ തന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസും ഒക്കെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് പറയുക, ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. എല്ലാ ആളുകൾക്കും വരാം. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, അവിടെ കുറച്ച് കോമ്പോസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബുഫേ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് പറയുക, ചെന്നൈയിൽ കേരള ഫുഡ് അതായത് കോംബോ കിട്ടുന്ന ഏറ്റവും ചുരുക്കം സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഏറ്റവും ക്വാളിറ്റി ആയിട്ട് തന്നെ കിട്ടുന്ന സംഭവമാണ്. അതോടൊപ്പം തന്നെ ഫാമിലിയോടും കുട്ടികളോടും ഒക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസാണ് KTDCയുടെ ചെന്നൈയിലെ റെയിൻ ഡ്രോപ്സ്. അപ്പോൾ ഉള്ളിൽ പോയി നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ഇത് നമ്മുടെ ഒരു സുപ്പീരിയർ കാറ്റഗറിയിൽ വരുന്നൊരു റൂമാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻ ഫ്രീ ആയിട്ട് വരുന്ന ലിനനും മറ്റുമാണ്. അപ്പോൾ ഇതിനകത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫോൺ ചെയ്ത് റൂമിൽ നിന്ന് ഓർഡർ ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം. അതുപോലെ നമുക്ക് 43 ഇഞ്ച് ആൻഡ്രോയിഡ് 4K TV ഉണ്ട്. ഈ ടി വിയിൽ നമുക്ക് നമ്മുടെ കീപാഡ് ഒക്കെ വെച്ച് നമ്മുടെ സിസ്റ്റം പോലെ തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ടിരുന്ന് ബെഡിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിന് പരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കെറ്റിൽസ് ഉണ്ട്, ടീ കോഫി നമുക്ക് എടുക്കാം. പിന്നെ അതുകൂടാതെ ഫ്രിഡ്ജുണ്ട്, താഴെ ഫ്രിഡ്ജുണ്ട്. ഇതൊരു സോഫ കം ബെഡായിട്ട് ഒരു എക്സ്ട്രാ ബെഡിന് വേണ്ടി നമ്മൾ വേറൊരു ഫെസിലിറ്റി ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണിത്. ജസ്റ്റ് ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലേ, ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ 2 പോർഷൻ ഇങ്ങനെ എടുത്തിട്ടാൽ മതി. ബെഡായിട്ട് കണ്ടല്ലേ, എക്സ്ട്രാ ബെഡായി. അപ്പോൾ ഇതിന് നമ്മളിനി പില്ലോയും എക്സ്ട്രാ ലീനനൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇനി ഇവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല ഇതാണ്. നമുക്കിപ്പോൾ ഒന്ന് വിൻഡോ ഓപ്പൺ ചെയ്താൽ നമുക്ക് ചെന്നൈയുടെ ഒരു നല്ല വ്യൂ കിട്ടും. കണ്ടില്ലേ, വ്ലോഗിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അവിടുത്തെ ഹോട്ടലിൻ്റെ ബാത്റൂം പരിചയപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ടോയ്ലറ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ, വളരെ നീറ്റായിട്ട് തന്നെ പുതുക്കി പണിഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ്. പിന്നീട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഷേവിങ് കിറ്റ്, ഡെൻറ്റൽ കിറ്റ് എല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അതൊരു നല്ല ഫെസിലിറ്റിയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ലിനൻ്റെയൊക്കെ പുതിയ ടവലും ബാക്കിയുള്ള സംവിധാനങ്ങളും ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം എന്താണ് വളരെ ഹൈജീനാണ്, സംഭവം വളരെ ഹൈജീനാണ്. അതാണ് ഈ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത. ഈ ഭാഗത്താണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ എല്ലാം പുതിയതായിട്ട് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂമിൽ നിന്നുള്ള കാഴ്ചകൾ. ചെന്നൈയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു റെസ്റ്റോറൻ്റാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. എനിക്കെന്നല്ല, ചെന്നൈയിലുള്ള മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട ഒരു സംഭവമാണ് KTDC റെയിൻ ഡ്രോപ്സ്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരുപാട് സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇവർ ഇപ്പം കുറച്ച് കോമ്പോസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അതായത് സാൻഡ്വിച്ചിൻ്റെ കോംബോ 79, 69, 89 എന്നുള്ള രീതിയിൽ കോഫിയൊക്കെ വെച്ചിട്ട് ചില കോമ്പോസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഇതിനൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് പറയുക, നമുക്ക് ഫാമിലിയോടും കുട്ടികളോടും അല്ലെങ്കിൽ കപ്പിൾസായിട്ടും ഒക്കെ വന്നിരുന്ന് കുറേയധികം നേരം സ്പെൻഡ് ചെയ്യണമെങ്കിൽ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്ര റൊമാൻറ്റിക്കായിട്ടല്ല, അല്ലെങ്കിൽ എന്താണ് വളരെ ഫാമിലിക്കാണെങ്കിലും എല്ലാവർക്കും എന്താണ് വളരെ സന്തോഷത്തോടു കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് സിറ്റിക്ക് നടുവിലാണെങ്കിലും ഇവിടുത്തെ ഒരു ഗ്രീനറി ആണെങ്കിലും ഇവിടെ പാർക്കിംഗ് സ്പേസ് ആണെങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണെങ്കിലും വൈബാണ്. ഇപ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്താണ് പറയുക, ചെറിയ ചെറിയ കോമ്പോസ് 69, 79, ഇപ്പോൾ അതായത് 69 രൂപയ്ക്ക് ഒക്കെ എന്താണ് നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് ആണെങ്കിൽ എന്താണ് പറയുക, കോമ്പോസൊക്കെ കഴിച്ച് നമുക്ക് കുറേ സമയങ്ങൾ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് എൻ്റെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ്. പിന്നീട് എന്താണ് ഫുഡ്, ഇവിടെ എനിക്കൊന്ന് ചെന്നൈയിൽ 225 രൂപയ്ക്ക് ബുഫേ കിട്ടുന്ന ഒരു സംവിധാനവും ഇല്ല. 225 രൂപ മാത്രമേ ഉള്ളൂ ബുഫേ കിട്ടുന്നത്. അവിടുത്തെ എന്താണ് പറയുക, അൺലിമിറ്റഡ് ആണ്. എന്താണ് പറയുക, പായസം ഉൾപ്പെടെയുള്ള ഊണാണ്. അത് ഞാൻ ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് കഴിവതും ഇവിടുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ചെന്നൈയിലുള്ള മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താണ് സ്പോട്ടാണ്. ഞാൻ ചെന്നൈയിൽ വരുമ്പോഴൊക്കെ ഇവിടെ താമസിക്കാറുണ്ട്, ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാറുണ്ട്. ഈ വർഷവും അങ്ങനെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുത്തുള്ള ആളുകളോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. 225 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ബുഫേയിൽ വരുന്ന ഐറ്റംസ് പറഞ്ഞൊരു നല്ല റിഫ്രഷിംഗ് ആയിട്ടൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അവിടുന്ന് പിന്നെ വന്ന് ഇങ്ങനെ സൂപ്പ് കഴിക്കാം. പിന്നെ സാലഡ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി, പച്ചടി, തൈര്, അച്ചാറ്, കൊണ്ടാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ബ്രെഡ് ഉണ്ടാവും, ഇന്ത്യൻ ബ്രെഡ് ഏതെങ്കിലും ആയിട്ട്. ഇപ്പം മെയിൻലി നമ്മൾ ചപ്പാത്തിയാണ് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ ഒരു റൈസുണ്ട്. പിന്നെ കേരള കുത്തിരിച്ചോറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പൊന്നി റൈസുണ്ട്, സാമ്പാർ, മെഴുക്ക് പുരട്ടി, തോരൻ,
ഇതിവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി കാരക്കുളമ്പ്, പിന്നെ രസം, പപ്പടം, അപ്പളം എന്ന് പറയും, പിന്നെ ദാൽ ഫ്രൈ. നോർത്ത് ഇന്ത്യൻസിന് വേണ്ടിയുള്ള ചപ്പാത്തിയോടെ കഴിക്കാനുള്ള ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവും. പിന്നെ ഇതൊരു തന്തൂർ ഐറ്റമുള്ള എന്തെങ്കിലും ഒരു ഡ്രൈ എല്ലാ ദിവസവും ഉണ്ടാവും. ഇന്നിപ്പോൾ ഗോപിയാണ്, അങ്ങനെ മാറി വരും. പായസം, ഡെസേർട്ടായിട്ട് പായസം ഉണ്ട്. ഇന്നിപ്പം പാലടയാണ്, ചിലപ്പം പരിപ്പ് പായസം, സേമിയ പായസം, അങ്ങനെ മാറി വരും. ഈ ബുഫേ വെജിറ്റേറിയനാണ്. കൂടുതലും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വെജിറ്റേറിയൻ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളൊക്കെ ആയിട്ടുള്ളവർക്ക് വേണ്ടി നോൺ വെജ് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ബീഫുണ്ട്, ബീഫ് ഫ്രൈ, ബീഫ് ഉലർത്തിയത്, അതുപോലെ ഫിഷ്, നെയ്മീനാണ് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ, മട്ടൺ ഉണ്ട്, മട്ടൺ ബിരിയാണി ഉണ്ട്. അത് കേരള സ്റ്റൈൽ ബിരിയാണി ഉണ്ട്, നമ്മുടെ തമിഴ്നാട് ഇവിടുത്തെ സ്റ്റൈൽ ബിരിയാണി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സ്ട്രാ ആയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കാം ബുഫയുടെ കൂടാതെ തന്നെ. നമ്മുടെ കിരൺ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു കോംബോ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് കോംബോ വരുന്നത്. ഇതിനകത്തിപ്പം ബർഗർ, ചിക്കൻ ബർഗർ, അതിൻ്റെ കൂടെ തന്നെ കോഫി. അതിന് വരുന്നത് വെറും 89 റുപ്പീസേ വരുന്നുള്ളൂ. ഇത് രണ്ടും കൂടെ 89 റുപ്പീസേ വരുന്നുള്ളൂ. ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അതായത് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ, 10:30 to 12:30, ആൻഡ് അഗെയിൻ ആഫ്റ്റർ ലഞ്ച് 3:30 to 7 PM. ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. ഈ രണ്ട് സമയത്തും കോംബോ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിസയ്ക്കും 89, ഇൻക്ലൂഡിങ് കോഫി ഓർ ടീ പ്ലസ് ചിക്കൻ പിസ്സ. ഇത് വെജിറ്റേറിയനിലും ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇതുപോലെ സാൻഡ്വിച്ചും ഉണ്ട്. ഇതിൽ വെജിറ്റേറിയൻ ആകുമ്പോഴത്തേനും 69 വരുന്നുള്ളൂ. എല്ലാം 69 പ്ലസ് കോഫി ഓർ ടീ. ഇത് നമ്മൾ ഡിന്നറും ലഞ്ചും കൊടുക്കുന്ന ഒരു കോംബോയാണ്. അതിനകത്ത് തന്തൂർ ഐറ്റംസ്, അതിനകത്ത് ഒരു ചിക്കൻ്റെ ആണെങ്കിൽ ഒരു 3 പീസ് ടിക്കായി ആണെങ്കിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു 1 പീസ് തന്തൂരി ചിക്കൻ പ്ലസ് ഇന്ത്യൻ ബ്രെഡ്, നാൻ ഓർ റൊട്ടി, പ്ലസ് കുറച്ച് ദാല്, സലാഡ്. അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്യുകയാണ്, പ്രേക്ഷകർക്ക് വേണ്ടി ട്രൈ ചെയ്യാണ്. എന്തായാലും പിന്നെ എന്താണ് പറയുക, നിങ്ങൾ ഈ കോംബോ ട്രൈ ചെയ്യുന്നതിലുപരി ഇവിടെ വന്നിട്ടില്ലാത്ത ആളുകൾ വന്നിട്ട് ഇവിടെ താമസിക്കേണ്ട. അതായത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഓപ്പണാണ്, പബ്ലിക്കിന് ഓപ്പണാണ്. അപ്പോൾ ഇവിടെ താമസിക്കണമെന്നില്ല. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമേ ഇത് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനല്ല, ഇവിടെ ആർക്ക് വേണേലും വന്ന് ഫുഡ് കഴിക്കാം. അവിടെ എന്താണ് പറയുക, എപ്പോൾ വേണേലും വന്ന് ഫുഡ് കഴിക്കാം. ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പ്രേക്ഷകരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി, ഇത് ചിക്കൻ പിസയാണല്ലേ? ചിക്കൻ പിസ ഒന്ന് ടേസ്റ്റ് ചെയ്യാണ് പ്രേക്ഷകർക്ക് വേണ്ടി. ഉള്ള നല്ല പീസൊക്കെ ഉണ്ട്, നല്ല ചിക്കൻ്റെ നല്ല പീസുകളൊക്കെ നമുക്ക് കാണാൻ വരുന്നുണ്ട്. 89 രൂപയാണ് ചിക്കൻ പിസയ്ക്ക് അല്ലേ? വാവ്, 89 രൂപയ്ക്ക് ഒരു ചിക്കൻ പിസയും കോഫി. നൈസ്. അതും ചെന്നൈയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്താണ് പറയുക ചിക്കൻ പിസ്സ. നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെന്നൈ മലയാളീസ് എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ KTDC റെയിൻ ഡ്രോപ്സിനെ കുറിച്ച് ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.